ഫാറ്റി ലിവർ വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാനുള്ള, മരുന്നൊന്നും കുടിക്കാതെ പരിഹരിക്കാനുള്ള 10 കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള, ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, പയ്യാനക്കൽ, കോഴിക്കോട്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന അധിക പേരും ചോദിക്കുന്ന, അല്ലെങ്കിൽ മെസ്സേജായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 1 ഫാറ്റി ലിവറാണ്, ഗ്രേഡ് 2 ഫാറ്റി ലിവറാണ്, എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കാമെന്ന്. ഇപ്പോൾ പലർക്കും, അതായത് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അധിക പേർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. ഇപ്പോൾ അധിക പേർക്കും കാണുന്നതുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഫാറ്റി ലിവർ നോർമലാണെന്നാണ്. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അവയവമാണ് ഫാറ്റി ലിവർ. അപ്പോൾ ആ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടിയാൽ നമ്മുടെ ബോഡിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും നമ്മൾ അറിയില്ല എന്ന് മാത്രം അധിക പേർക്കും. ഇപ്പോൾ ഫാറ്റി ലിവർ അധിക പേരും കണ്ടെത്തുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കും സ്കാൻ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വയറുവേദന വന്നിട്ട് അല്ല മറ്റു ബുദ്ധിമുട്ടുകൾ വന്നിട്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതല്ലാതെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് ശരീരത്തിൻ്റെ വണ്ണം കൂടുക, പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ചുറ്റും അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടിയാൽ, അതുപോലെ തന്നെ വയറിൻ്റെ വലതുഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് വേദന, ഫുൾനെസ്, ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ടൊക്കെ തോന്നുക, അതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് ക്ഷീണം, ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ തലയിൽ കുരു, മുഖക്കുരു, ശരീരത്തിലൊക്കെ കുരുക്കൾ വരിക, കഴുത്തിലും കക്ഷത്തിലൊക്കെ കട്ടിയുള്ള കറുത്ത നിറം വരിക, ഇതൊക്കെ ഫാറ്റി ലിവർ, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഫാറ്റി ലിവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി പറയുന്ന 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാലത്തേക്ക് തുടർച്ചയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്തിട്ട് ഒരു നോർമൽ ലിവറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഫാറ്റി ലിവറൊക്കെ ആണെങ്കിൽ. ഒന്നാമത്തത് പഞ്ചസാര, മധുരം നമ്മൾ പരമാവധി കുറക്കുക. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മധുരമിട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ, കാപ്പി കുടിക്കുന്നവരാണെങ്കിൽ, എത്രത്തോളം മധുരം നിങ്ങൾക്ക് കുറക്കാൻ പറ്റുമോ അത്രത്തോളം വേഗതയിൽ ഫാറ്റി ലിവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. മധുരം എന്ന് പറഞ്ഞാൽ ചായ മാത്രമല്ല, മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനെ എല്ലാം മധുരം, പഞ്ചസാര ഉപയോഗിക്കുന്നത് എത്രത്തോളം കുറക്കാൻ പറ്റുമോ, പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതാണ്. രണ്ടാമത്തത്, നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറാണ്, വെളുത്ത അരിയാണ്. അപ്പോൾ വെളുത്ത അരിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. ചോറ് കഴിക്കുന്നത് വളരെ കുറച്ച് മാത്രം, ഒരു നേരം മാത്രമാക്കി ചുരുക്കുക. മറ്റ് സമയങ്ങളിൽ, ഇപ്പോൾ രാത്രിയും രാവിലെയൊക്കെ തവിടുള്ള മറ്റ് ധാന്യങ്ങൾ, ഓട്സ്, ഗോതമ്പ്, തവിടുള്ള അരിയൊക്കെ ഉപയോഗിക്കുക. വെളുത്ത അരിയുടെ ഉപയോഗം പരമാവധി കുറക്കുക. മൂന്നാമത്തത് മൈദയാണ്. ഇപ്പോൾ നമ്മൾ ബേക്കറി ആണെങ്കിലും പൊറോട്ടയാണെങ്കിലും മൈദയാണ്. മൈദൻ്റെ ഉപയോഗം, പൊറോട്ടയൊക്കെ കഴിക്കുന്നത്, ബേക്കറി കഴിക്കുന്നത് പരമാവധി കുറച്ച് കൊണ്ടുവരിക. നാലാമത്തത്, നമ്മൾ ഇത്രയും നേരം ഭക്ഷണം എന്ത് കുറക്കണം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ചിക്കൻ, കോഴിമുട്ട, ഫിഷ്, കടല, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 70 ഗ്രാമോളം പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്തണം. പക്ഷേ മലയാളികളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ വളരെ കുറവാണ്. അപ്പോൾ പ്രോട്ടീൻ നന്നായിട്ട് ഉൾപ്പെടുത്തിയാൽ ബോഡിയിൽ നിന്നും ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യും, കാലറി ഡെഫിസിറ്റ് പെട്ടെന്ന് ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണത്തിൽ കാലറി കുറച്ചിട്ട് പ്രോട്ടീൻ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, കോഴിമുട്ട, ചിക്കൻ, മത്സ്യമൊക്കെ ഉൾപ്പെടുത്തുക. അഞ്ചാമത്തത്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു തവിടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുക, പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നാരുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയും, അതുപോലെ തന്നെ പെട്ടെന്ന് ഷുഗർ ശരീരം ആഗിരണം ചെയ്യുന്നത് കുറയും, നമ്മുടെ തടി കുറയാനൊക്കെ സഹായിക്കും, ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കും. നാരുകൾ അടങ്ങിയ, ഫൈബർ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. ആറാമത്തത് വ്യായാമമാണ്. നോക്കൂ, നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത്, നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള വ്യായാമം ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ ചെയ്യുക. രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത്. ജിമ്മ് പോകണമെന്നില്ല, ഓടാൻ പോവുക, ജിമ്മിൽ പോവുക, കളിക്കാൻ പോവുക, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വളരെ വേഗതയിൽ കിതക്കുന്ന രൂപത്തിൽ നമ്മൾ നടക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള വ്യായാമം നിങ്ങളൊരു 3/4 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ ചെയ്യുക. ഇന്ന സമയത്തോ ഇന്ന രീതിയിലുള്ള വ്യായാമം ഒന്നും ഒരു വാശിയുമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. പക്ഷെ അത് ചെയ്തെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം ഇപ്പോഴാണ് ഇങ്ങനെ ഫാറ്റി ലിവർ ഇങ്ങനെ കൂടാൻ കാരണം നമ്മൾ നടക്കുന്നില്ല, നമ്മൾ ഫുള്ള് വണ്ടിയിലാണ് പോകുന്നത്. നമ്മളെ മൂവ്മെൻറ്റ് കുറഞ്ഞപ്പോഴാണ് ഫാറ്റി ലിവർ ഇത്ര അധികം ആളുകൾക്ക് വന്നത്. ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ബോഡി മൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഏഴാമത്തത് ഉറക്കമാണ്. നോക്കൂ, നമ്മൾ വ്യായാമം ചെയ്ത് ഭക്ഷണം നിയന്ത്രിച്ചാലും നമ്മുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫാറ്റ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്.
ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ, ഫാറ്റ് ശരീരത്തിൽ കുറയണമെങ്കിൽ നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ ദിവസവും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തണം. ഏഴാമത്തത്, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് കൂടുതലായിട്ട് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോള, പെപ്സി, സെവനപ്പൊക്കെ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അതുപോലെയുള്ള ശീതളപാനീയങ്ങൾ, മധുരം നന്നായിട്ട് അടങ്ങിയ ശീതളപാനീയങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് പരമാവധി കുറക്കുക. അതുപോലെ തന്നെ മദ്യപാനം, ഓരോ തുള്ളിയും ലിവറിന് ഹാനികരമാണ്. മദ്യപാനം പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക് ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക. എട്ടാമത്തത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്. പണ്ടൊക്കെ 2 മാസത്തിൽ കഴിക്കുന്ന സാധനം ഇപ്പോൾ നമ്മൾ ആഴ്ചക്ക് 2-3 തവണ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. കഴിച്ചോളൂ, പക്ഷേ അത് മാസത്തിൽ 1 തവണയൊക്കെ ആക്കുക പുറത്ത് പോയിട്ടുള്ള ഭക്ഷണം. പരമാവധി ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ എണ്ണക്കടികൾ, ബേക്കറി പലഹാരങ്ങളൊക്കെ പരമാവധി നമ്മൾ കുറച്ച് കൊണ്ടുവരിക. മാസത്തിൽ ഒരിക്കലൊക്കെ പുറത്തുനിന്ന് കഴിച്ചാൽ മതി. 9ാമത്തത് വെള്ളം കുടിക്കലാണ്. ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള, അതായത് ഏകദേശം ഒരു 2.5-3.5 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഏത് പരിപാടിയിലാണെങ്കിലും നമ്മൾ വെള്ളം, നമുക്ക് ദാഹം ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യുന്നതിനെ സഹായിക്കും. വെള്ളം കുടിച്ചെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 10ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കരുത്. രാത്രി കിടക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. അത് ലഘുവായിട്ട് കഴിക്കുക. രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കരുത്. കിടക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. രാത്രി ഭക്ഷണവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഒരു 12-13 മണിക്കൂർ ഗ്യാപ്പ് കൊണ്ടുവരാൻ സഹായിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫാറ്റി ലിവറും PCOD ഒക്കെ റിവേഴ്സ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ തുടർച്ചയായിട്ട് മടിയില്ലാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ പറ്റും, അമിതവണ്ണം റിവേഴ്സ് ചെയ്യാൻ പറ്റും, PCOD ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫാറ്റി ലിവറുമായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.